എടാ ഞാൻ ഇങ്ങോട്ട് വന്ന് കേറിയതേ ഉള്ളൂ. പൈസയുടെ കാര്യം ഞാൻ റെഡിയാക്കാം. ഏട്ടനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. ശരി, നീ വെച്ചോ. അയ്യോ ഏട്ടാ, എങ്ങനുണ്ട് ഇപ്പം? ആശുപത്രിയിൽ എപ്പോ വന്ന്? അയ്യോ, നല്ല മുറിവുണ്ടല്ലോ. നാത്തൂൻ എന്തിയേ? പിന്നെ വരാനൊരു പ്രത്യേക കാര്യമുണ്ട് ഏട്ടാ. നമ്മുടെ അഭിമോനെ ഗൾഫിൽ പോകാനൊക്കെ ഉള്ള ഒരു ഇത് വന്നു. അപ്പൊ കുറച്ച് കാശ്. ഗൾഫിൽ പോന്നേ അവരോട് എത്ര ആളോട് പറയുന്നത് എന്റെ തടിമില്ലിൽ കണക്ക് നോക്കുന്ന ആളെ വേണമെന്ന്? അതെന്തുവാ ഏട്ടാ, ഏട്ടന്റെ മക്കളെല്ലാം വിദേശത്ത് വലിയ ജോലിയിലല്ലേ, അവര് നോക്കിയില്ലല്ലോ തടിമില്ലൊന്നും. അഭിക്കെന്തോ ഒരു കുറവ്. അവൻ MBA കഴിഞ്ഞിട്ടിരിക്കുവല്ലയോ, അവനെ ഇവിടെ നിർത്തി കഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏട്ടൻ എന്റെ സ്വത്ത് ഭാഗം വെച്ച് തരണം. ആ സ്വത്ത് നമുക്ക് ഭാഗം വെക്കാം, 3 ആക്കിയേക്കാം. അതെന്തോ ഏട്ടാ 3? നമ്മള് 2 മക്കളല്ലേ? അല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ സ്വത്ത്. എന്റെ 2 മക്കളും എന്റെ ഒരു മോനും. അതെങ്ങനെ ഏട്ടാ ശരിയാവുന്നേ? അതല്ലയോ ചേച്ചി, അത് ശരി. പിന്നല്ലാതെ. ചേച്ചി എന്തായാലും ഇരിക്കെ, ഞാനേ വെള്ളം എടുത്തോണ്ട് വരാം, കുടിച്ചിട്ടൊക്കെ പാ. ഏട്ടാ, പണ്ട് നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിന്നേ അമ്മിണിയുടെ മോളെ ഏട്ടൻ ഓർമ്മയുണ്ടോ? അവിടെ മോനിപ്പൊ നമ്മുടെ അഭിമോന്റെ പ്രായവാ. അങ്ങനെ വരുമ്പം സ്വത്ത് 4 വേണം ഭാഗിക്കാൻ, അല്ലേ? അതൊക്കെ പഴയ കാര്യമല്ലോടി. പഴയ കാര്യങ്ങളൊക്കെ തന്നെ. കുടുംബത്തിന്റെ മാനം ഓർത്തിട്ടാ ഞാൻ ഇത്രയും നാളൊന്നും മിണ്ടായിരുന്നു. ഇനിയിപ്പൊ നാത്തൂൻ അറിഞ്ഞാ എനിക്കെന്തുവാ? എന്തുവാ, നമുക്ക് സ്വത്ത് 2 തന്നെ വായിക്കാം. ഉറപ്പിച്ചല്ലോ? ഇനി മാറ്റമില്ലല്ലോ അല്ലേ? ഇല്ല, ഒരു മാറ്റമില്ല. എന്നാ ഏട്ടാ ഞാൻ ഇറങ്ങുവാണേ. ചേച്ചി വെള്ളം? അത് നിന്റെ ചേട്ടനോട്. ഇപ്പൊ നല്ല ദാഹം കാണും. അപ്പൊ ഏട്ടാ സ്വത്ത് 2 ഭാഗിക്കുമല്ലേ? 2 അതെന്തോ മനുഷ്യ ഇത്ര നാള് 3 പറഞ്ഞോണ്ട് ഇപ്പൊ 2? ഇത് എന്റെ പെങ്ങള് വന്നൊരു കാര്യം പറയുമ്പോഴേ തള്ളിക്കളയുന്ന മോശമല്ലേ? 2 മതി. നീ വെള്ളം